കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന വിഷയമെന്ന് പറയുന്നത് എന്താണ്, ഇസ്രായേലിന് അവരുടെ രാജ്യം വിട്ട് പറന്നു പോകാനായിട്ട് കാലമായോ എന്നുള്ളതായിരിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ എന്നോട് ചോദിച്ചേക്കാം, 12,000 വർഷം അവർക്കൊരു രാജ്യം പോലും ഇല്ലായിരുന്നു ഈ ഭൂമിയിൽ, എന്നിട്ടിപ്പോൾ ഒരു രാജ്യം കിട്ടിയിട്ട് ഇനി അതിൽ നിന്ന് അവർ പറന്നു പോകുമോ, അല്ലെങ്കിൽ അതിൽ നിന്ന് ഇനിയൊരു പ്രവാസം അവർക്കുണ്ടോ എന്ന് ചോദിച്ചാൽ അനേകർ ചിലപ്പോൾ സമ്മതിക്കുകയില്ല. എന്നാൽ തിരുവെഴുത്ത് ശ്രദ്ധയോടെ പഠിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും, അവർക്ക് ഇനി ഒരു പ്രവാസം കൂടെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ സ്ത്രീക്ക് മരുഭൂമിയിലേക്ക് പറന്നു പോകേണ്ടതിന് കഴുകിൻ്റെ 2 വലിയ ചിറക് ലഭിച്ചു. അവളെ അവിടെ 3.5 വർഷക്കാലം പോറ്റി പുലർത്താൻ ദൈവം അവൾക്കായി ഒരുക്കിയിരിക്കുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ സ്ത്രീ എന്ന് പറയുന്നത് ഇസ്രായേലാണ്. ആ സ്ത്രീ വീണ്ടും തൻ്റെ ദേശം വിട്ട് രാജ്യം വിട്ട് പറന്നു പോകുമെന്നുള്ള സത്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. നമ്മുടെ കർത്താവും അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എല്ലാവർക്കും അറിയാമല്ലോ, നിങ്ങളുടെ ഓടിപ്പോക്ക് ശബ്ദ കാലത്തോ ശീതകാലത്തോ ആകാതിരിപ്പാൻ സൂക്ഷിപ്പീൻ. മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിലാണ്. അപ്പം അവർക്ക് ഇനിയും അവരുടെ രാജ്യം വിട്ടൊരു ഓടിപ്പോക്കുണ്ട്. ഇത് കർത്താവൊന്നും പറഞ്ഞത് പിന്നെ AD 70 നടന്ന ഓടിപ്പോക്കിനെ കുറിച്ചല്ല, ഭാവി കാലത്ത് അല്ലെങ്കിൽ ഇനിയും സമീപകാലത്ത് സംഭവിക്കാനുള്ളതായിരിക്കുന്ന ഒരു ഓടിപ്പോക്കിനെ കുറിച്ചാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ അവരുടെ ഈ പ്രവാസ കാലത്തെക്കുറിച്ച് നിങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത് മോശ എഴുതിയ പ്രവചന പുസ്തകത്തിൽ നിന്നാണ്. അതായത് 90-ാമത്തെ സങ്കീർത്തനത്തിൽ നിന്നാണ്. 90-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത്, അതിൻ്റെ ഹെഡിങ് വായിക്കുന്നത് മോശയുടെ ഒരു പ്രാർത്ഥന എന്നാണ്. മോശയുടെ പ്രാർത്ഥന മോശ എഴുതിയായിരിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. ഏകദേശം മോശയ്ക്ക് 110 വയസ്സുള്ളപ്പോഴാണ് ഈ സങ്കീർത്തനം രചിക്കുന്നത് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് കൃത്യം അറിഞ്ഞുകൂടാ കേട്ടോ, അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ ഈ 90-ാം സങ്കീർത്തനത്തിലൂടെ മോശ എന്താ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിച്ച് നോക്കണ്ടേ, നമ്മളൊന്ന് പഠിച്ച് നോക്കണ്ടേ. ആ കാലഘട്ടത്തെ സംബന്ധിക്കുന്നതായിരിക്കുന്ന ഒരു കാര്യമല്ല മോശ പറയുന്നത്. കാരണം എന്താ, ആ കാലഘട്ടത്തിൽ അവർ വാഗ്ദത്ത കനാൽ ദേശത്തേക്ക് കടന്നിട്ടില്ലെന്നേ. അവർക്ക് കാണിച്ചു കൊടുക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്ത ദേശം അവകാശമാക്കാൻ പോകുന്നുള്ളൂ. മോശയുടെയും യോശുവയുടെയൊക്കെ നേതൃത്വത്തിൽ പോകുന്നുള്ളൂ. അപ്പോൾ ആ സന്ദർഭത്തിന് യോജിക്കുന്നതായിരിക്കുന്ന ഒരു കാര്യമല്ല ഇതിൽ ഈ മോശ പറയുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. തന്നെയല്ല, മോശ ഒരു പ്രവാചകനാണെന്നറിയാമല്ലോ. മോശ ഒരു പ്രവാചകനാണ്. പ്രവാചകനായിരിക്കുന്ന മോശയിലൂടെ ആ കൈവശപ്പെടുത്താൻ പോകുന്നതായിരിക്കുന്ന രാജ്യം ശാശ്വതമായി അവരുടെ കൈക്കീഴിൽ ഒതുങ്ങുന്നതായിരിക്കുന്ന കാലഘട്ടം എപ്പോഴായിരിക്കാം എന്നുള്ളതായിരിക്കുന്ന ഒരു ചിന്താഭാരം മോശയെ ഭരിച്ചിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ ചിന്തിച്ച് പോയാൽ മോശയ്ക്ക് ദൈവാത്മാവ് വെളിപ്പെടുത്തി കൊടുത്താൽ എപ്പോഴായിരിക്കും അവരുടെ രാജ്യം അവർക്ക് അവകാശമായി കിട്ടുക എന്നുള്ളതായിരിക്കുന്ന ഒരു വെളിപ്പാടായിരിക്കാം ഇതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതെൻ്റെ സ്വന്തം വിചാരമാണ്. ഈ തിരുവെഴുത്ത് അല്ലെങ്കിൽ ഈ 90 സങ്കീർത്തന ശ്രദ്ധയോടെ പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിലുള്ളതായിരിക്കുന്ന എൻ്റെ ഒരു ചിന്തയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 90 സങ്കീർത്തനത്തിന് ഒരു തലക്കെട്ട് കൊടുക്കാനായിട്ട് എന്നോട് ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ അതിനൊരു തലക്കെട്ട് കൊടുക്കും. എന്താണെന്നറിയാമോ? മഹാപീഡനകാലത്തെ അതിഭയങ്കരമായിരിക്കുന്ന ദുരിതങ്ങൾ അനുഭവിക്കുന്നതായിരിക്കുന്ന യഹൂദൻ്റെ ഒരു പ്രാർത്ഥനയാണ്, അവൻ്റെ ഒരു നിലവിളിയാണ് എന്ന് ഞാൻ ഈ സങ്കീർത്തനത്തിന് ഞാൻ ഹെഡിങ് കൊടുക്കും. എന്താ കാരണമെന്നറിയാമോ? ഇതിൽ പറയുന്നതായിരിക്കുന്ന കാര്യങ്ങളൊന്നും ആ വാഗ്ദത്ത കനാൻ ദേശം നോക്കിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേൽ ജനത്തിന് ആ സന്ദർഭത്തിൽ ചേരുന്നതായിരിക്കുന്ന ഒരു കാര്യമല്ല. ഞാനിതിൽ നിന്ന് 4 കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാമെന്ന് ആഗ്രഹിക്കുന്നു. 4 കാര്യങ്ങൾ. ആ 4 കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്കത് ഏകദേശം മനസ്സിലാവും എന്ന് ഞാൻ കർത്താവിൽ പ്രത്യാശിക്കുന്നു. ഇതിൽ നിന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുനരാഗമനം ഏറ്റവും അടുത്തു എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണമുള്ളതായിരിക്കുന്ന നല്ലൊരു ചിത്രം നമുക്ക് കിട്ടുന്നതുകൊണ്ടാണ് ഞാനിത് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ഇത് നമ്മളുടെ പ്രത്യാശയെ വർദ്ധിപ്പിക്കുകയും നമ്മളുടെ കാത്തിരിപ്പിന് സമാപ്തി ആകുവാനായി എന്നുള്ളതായിരിക്കുന്ന ഒരു വലിയ സന്തോഷം നമ്മളിൽ പകരുകയും ചെയ്യും എന്നുള്ളതുകൊണ്ടാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഞാനിതിൽ നിന്ന് 5 കാര്യങ്ങൾ നിങ്ങളോട് പറയാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സന്ദർഭം തന്നെയാണ്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ അവർ വാഗ്ദത്ത കനാദേശത്തേക്ക് പോകുകയല്ലേ. അവരിലാരും ഇന്നുവരെ വാഗ്ദത്ത കനാദേശം കണ്ടിട്ടില്ല. നിങ്ങൾക്കറിയാമല്ലോ, അവരാരും കണ്ടിട്ടില്ല. അവർ ആ കാണിച്ചു കൊടുക്കുന്ന ദേശത്തേക്ക് പോവുകയാണ്, യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എഴുതിയ ആയതുകൊണ്ട് തന്നെ ഈ സങ്കീർത്തനത്തിലെ ഉള്ളടക്കങ്ങൾ, അതിൻ്റെ ആശയങ്ങൾ, അതിൻ്റെ വരികൾ ഒരിക്കലും ആ സന്ദർഭത്തിന് യോജിക്കുന്നതേ അല്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഞാനിത് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയട്ടെ. സാധാരണ എവിടെ ക്രിസ്ത്യാനികളുടെ വീട്ടിലൊരു മരണം നടന്നാലും അവിടെ എല്ലാം വായിക്കുന്ന സങ്കീർത്തനമാണ് 90 സങ്കീർത്തനം വായിക്കാമെന്ന് പറയും അല്ലേ. 90 സങ്കീർത്തനത്തിൽ എന്താ കാര്യം എന്നറിയാമോ? അത് മരണ വീട്ടിൽ വായിക്കുന്നതിൻ്റെ കാരണം എല്ലാവർക്കും അറിയാമല്ലോ. ഞങ്ങളുടെ ആയുഷ്കാലം 70, ഏറെ ആയാൽ 80, അത് വേഗം തിരികുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യും എന്നുള്ളതായിരിക്കുന്ന ആ ഒരു വേദഭാഗം എടുത്തുകൊണ്ട്
ഞങ്ങളുടെ ആയുസ് എത്ര, ഞങ്ങളുടെ നാളുകൾ എത്രയെന്ന് എണ്ണുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്നൊക്കെ പറയുന്ന വാക്യങ്ങൾ അതിലുള്ളത് കൊണ്ട് ഒരു മനുഷ്യൻ്റെ ഹ്രസ്വമായിരിക്കുന്ന ആയുസിനെയാണ് അത് സൂചിപ്പിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഈ മരണ വീടുകളിലൊക്കെ വായിക്കുന്നത്. അപ്പോൾ ഞാനിതിൻ്റെ ഒന്നാമത്തെ കാര്യത്തിലേക്ക് വരട്ടെ എന്ന് പറഞ്ഞാൽ, ഇത് ആ സന്ദർഭത്തിന് ആ ഇസ്രായേൽ ജനത പ്രത്യാശയോടെ ഓടിക്കൊണ്ടിരിക്കുക, ദേശം കൈയടക്കാൻ, ദേശം അവർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞാൽ രാജ്യം പിടിച്ചടക്കാൻ പോവുക. അന്നേരം പറഞ്ഞയക്കുന്ന അവരെ സംബന്ധിക്കുന്ന കാര്യങ്ങളല്ല ഇത് ഈ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ മോശ പ്രവാചകനാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇതൊരു പ്രവചന സങ്കീർത്തനമാണ്. ഇത് ഭാവി കാലത്ത് സംഭവിക്കാനുള്ള ഒരു പ്രവചന സങ്കീർത്തനം. മോശയിലൂടെ അവർ കൈവശമാക്കുവാൻ പോകുന്ന രാജ്യം എന്നവർക്ക് ശാശ്വതമായി നിലനിൽക്കുമെന്നുള്ളതിൻ്റെ ഒരു വെളിപ്പാടാണ് ഇതിലൂടെ കൊടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞത്. അപ്പം നമ്മളിതിൽ നിന്ന് ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത്, ഇതിനകത്തെ വാക്യങ്ങൾ ഒരിക്കലും ആ സന്ദർഭത്തിന് യോജിക്കുന്നതല്ല. എന്താ കാരണം എന്നറിയാമോ? ഞാൻ ചില വാക്യങ്ങൾ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. 90 സങ്കീർത്തനത്തിൻ്റെ 6 മുതൽ 9 വരെയുള്ള വാക്യം ആദ്യം വായിക്കാം. ശ്രദ്ധിക്കുക. അത് രാവിലെ തഴച്ച് വളരുന്നു, വൈകുന്നേരത്ത് അത് അരിഞ്ഞ് വാടിപ്പോകുന്നു. 7-ാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: ഞങ്ങൾ നിൻ്റെ കോപത്താൽ ക്ഷയിച്ചും നിൻ്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. അതെങ്ങനെയാണ്? ഈ ഇസ്രായേലിലെ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് വാഗ്ദത്ത ദേശത്തേക്ക് പോകുന്നല്ലേ ഉള്ളൂ ഈ ജനത. അപ്പോഴെങ്ങനെയാണ് നിൻ്റെ കോപത്താൽ ക്ഷയിച്ചും നിൻ്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു? എപ്പോഴാണ്? അപ്പോൾ രാജ്യം ഒക്കെ കിട്ടി രാജ്യത്തിൽ ജീവിക്കുമ്പോഴല്ലേ ഈ കാണാവുന്ന കഷ്ടങ്ങൾ മുഴുവൻ ഇസ്രായേൽ അനുഭവിച്ചേ. അപ്പോൾ ഇത് ആ സന്ദർഭത്തിൽ പറയാൻ പറ്റുന്നൊരു കാര്യമല്ല. ഇവർ പ്രത്യാശയോടെ പോയിക്കൊണ്ടിരിക്കുകയാണ് രാജ്യം അവകാശമാക്കാൻ. പിന്നെ പറയാം, നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിൻ്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നിൻ്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. അതിൻ്റെ 8-ാം വാക്യമാണ്. എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ അനുസരണക്കേട് ചെയ്ത് ദൈവത്തിൻ്റെ ശിക്ഷ വാങ്ങി മടുത്തൊരു ജനതയെ നമുക്കറിയാം. അതൊക്കെ അവരുടെ അനുസരണക്കേട് കൊണ്ടും പാവം കൊണ്ടുമാണ്. ഇതെല്ലാം നിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു എന്നൊക്കെ എണ്ണാൻ ഇത് ഇപ്പോൾ ഒരു ശൈശവ പ്രായമല്ലേ ആയുള്ളൂ. ഇസ്രായേലിൻ്റെ ഒരു ശൈശവ പ്രായമല്ലേ ഇത്. അവർ പോകുന്നല്ലേ ഉള്ളൂ, മിസ്രൈം വിട്ട് പോകുന്നല്ലേ ഉള്ളൂ കനാൻ ദേശത്തേക്ക്. അപ്പോൾ പറയാൻ പറ്റുന്ന വാക്കുകളാണോ? നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിൻ്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നിൻ്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. 9-ാം വാക്യം നോക്കിയേ: ഞങ്ങളുടെ നാളുകളൊക്കെയും നിൻ്റെ ക്രോധത്താൽ കഴിഞ്ഞുപോയി, ഞങ്ങളുടെ സംവത്സരങ്ങൾ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിൻ്റെ ക്രോധത്താൽ കഴിഞ്ഞുപോയി, ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. അപ്പോൾ ഇത് ആ സമയത്ത് പറയാനായിട്ട് പറ്റുമോ? ആ സമയത്ത് ഇവർ രാജ്യം അവകാശമാക്കാനായിട്ട് പോകുന്നല്ലേ ഉള്ളൂ. ഇത് ഏതോ ഒരു ഭാവി കാലത്ത് ഇസ്രായേൽ അവരുടെ രാജ്യവും കൈവശമാക്കി അതിൽ ജീവിച്ച് ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച് തല്ലുകൊണ്ട് എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ ശിക്ഷാവിധി ഏറ്റ് മടുത്ത് കഴിഞ്ഞപ്പോൾ ഉള്ളായിരിക്കുന്ന ഒരുത്തിൻ്റെ തേങ്ങലാണ്, ഒരുത്തിൻ്റെ വിലാപമാണ് ഈ വാക്ക് എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. കണ്ടോ, ഞങ്ങളുടെ നാളുകളൊക്കെയും നിൻ്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി, ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിയും. അതിൻ്റെ 15-ാം വാക്യം: നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും. ശ്രദ്ധിക്കണം, നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. എവിടെയാണ് ഇവർ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾ ഉണ്ടായിട്ടുള്ളത്? ഇവർ ശൈശവപ്രായം, ഇസ്രായേലിൻ്റെ ശൈശവപ്രായം, അല്ലാതെ അവരുടെ പ്രായം അല്ലേ പറയുന്നത്. അവർ പോയിക്കൊണ്ടിരിക്കുന്നുള്ളൂ മോശയുടെ നേതൃത്വത്തിൽ. അങ്ങനെ വഴിയിലൊക്കെ കുറേ എണ്ണം വീണുപോയി. അതൊക്കെ സംഭവം ശരിയാകും. 1000, 10000, ലക്ഷങ്ങൾ വഴിയിൽ വീണുപോയി. എല്ലാവരും തന്നെ അവസാനമായപ്പോഴേക്കും വീണുപോയി എന്നറിയാം. അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. ഇവിടെ പറയുന്നത് നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമെന്ന് പറയുമ്പോൾ ഒരുപാട് ദീർഘകാലങ്ങൾ ദൈവക്രോധം ചുമന്ന് ദൈവശിക്ഷാവിധി അനുഭവിച്ച് മടുത്തതായിരിക്കുന്ന ഒരു ജനത്തിൻ്റെ വിലാപമാണിത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ സന്ദർഭത്തിന്, ആ മരുഭൂമിയിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന വാഗ്ദത്ത കനാദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആ സന്ദർഭത്തിന് യോജിക്കുന്നതല്ല ഈ 90-ാം സങ്കീർത്തനം എന്ന് ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി. ഇത് ദീർഘകാലം ദൈവക്രോധം ചുമന്ന് മടുത്തതായിരിക്കുന്ന ശിക്ഷാവിധി ഏറ്റേറ്റ് മടുത്തായിരിക്കുന്ന ജനത്തിൻ്റെ വിലാപമാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇത് ഈ സങ്കീർത്തനത്തിന് മൊത്തമായിട്ട് ഇതേത് കാലത്തെ യഹൂദൻ്റെ നിലവിളിയാണ്, പ്രാർത്ഥനയാണ് എന്ന് ചോദിച്ചാൽ ഞാൻ അതിനൊരു ഹെഡിങ് കൊടുക്കുമെന്ന് പറഞ്ഞത്, മഹാപീഡനകാലം എന്ന ഭയങ്കര ദുരിതം അനുഭവിക്കുന്ന കാലത്തെ യഹൂദൻ്റെ ഒരു പ്രാർത്ഥനയാണ് മോശ പ്രവചന രൂപേണ 4000 വർഷങ്ങൾക്ക് മുമ്പ് മോശയിലൂടെ ദൈവാത്മാവ് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ശരി, 2-ാമത്തെ കാര്യത്തിലേക്ക് വരാം. ഇതിൽ 2-ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു പ്രാർത്ഥനാ ശബ്ദമുണ്ട്. എന്താ പറയുക? പ്രാർത്ഥനാ ശബ്ദം
അതിൻ്റെ 12ഉം 13ഉം വാക്യം. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവേ മടങ്ങി വരണമേ, എത്രത്തോളം താമസം, അടിയങ്ങളോട് സഹതാപം തോന്നണമേ. ഇത് വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും ഇത് ആ കാലത്തെക്കുറിച്ച് ഉള്ളതായിരിക്കുന്ന ഒന്നല്ല എന്ന്. എന്താ കാരണം അറിയാമോ? യഹോവേ മടങ്ങി വരണമേ, അല്ലേ? യഹോവേ മടങ്ങി വരണമേ, എത്രത്തോളം താമസം, അടിയങ്ങളോട് സഹതാപം തോന്നണമേ. മടങ്ങി വരണമേ എന്ന് പറയണമെങ്കിൽ ഒരിക്കൽ വന്നിട്ട് പോയവനോടല്ലേ മടങ്ങി വരാൻ പറയേണ്ടത്, അല്ലേ? മടങ്ങി വരണമെന്ന് പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ ഇത് അതിന് ചേരുന്നതായിരിക്കുന്ന ഒരു കാര്യമാണോ? നിങ്ങൾ നോക്കുക, ഈ സന്ദർഭത്തിൽ, ഈ കാലഘട്ടത്തിൽ, ഈ മരുഭൂമിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് അവർ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുക. അവരുടെ കൂടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഉണ്ടെന്നേ. അവരുടെ കൂടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഉണ്ട്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ദൈവത്തോട് മടങ്ങി വരണമെന്ന് അന്ന് പറയുന്നത്? എങ്ങനെയാണ് പറയാൻ പറ്റുമോ? ഞാൻ ആ വാക്യങ്ങൾ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 21ഉം 22ഉം വാക്യങ്ങൾ. അവർ പകലും രാവും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അവർക്ക് വഴി കാണിക്കേണ്ടതിന് പകൽ മേഘസ്തംഭത്തിലും അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിന് രാത്രി അഗ്നിസ്തംഭത്തിലും യഹോവ അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ യഹോവ ആരുടെ കൂടെയുണ്ട്? ഈ മരുഭൂമി പ്രയാണത്തിൽ അവസാനം വരെ ആരുടെ കൂടെയുണ്ട്? ഇസ്രായേലിൻ്റെ കൂടെയുണ്ട്. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും ജനത്തിൻ്റെ മുമ്പിൽ നിന്ന് മാറിയതുമില്ല. നോക്കിയേ, യഹോവ അവരുടെ കൂടെ തന്നെയുണ്ട്. അപ്പോൾ പിന്നെ ആ സന്ദർഭത്തിൽ ഒക്കുന്നതാണോ ഇവിടെ പറയുന്ന വാക്യം? യഹോവയെ മടങ്ങി വരണമേ, കർത്താവെ മടങ്ങി വരണമേ, എത്രത്തോളം താമസം എന്നുള്ളതായിരിക്കുന്ന പ്രാർത്ഥന ആ സന്ദർഭത്തിന് ചേരുന്നതാണോ? നിങ്ങൾ പറ. തന്നെയല്ല, 1 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് നിങ്ങൾക്ക് പലർക്കും സുപരിചിതമായ വാക്യമാണ്. 1 കൊരിന്ത്യർ അതിൻ്റെ 10-ാം അധ്യായം. 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തൂടെ കടന്നു. എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു. എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തു ആയിരുന്നു. അപ്പോൾ അവരെ നിരന്തരം പിന്തുടർന്നായിരിക്കുന്ന, അവരെ അനുഗമിച്ചതായിരിക്കുന്ന ഒരു പാറയുണ്ടായിരുന്നു. ആ പാറ ക്രിസ്തു ആയിരുന്നു. അപ്പോൾ ഈ 40 വർഷത്തെ മരുഭൂമി പ്രയാണത്തിലും ആരുണ്ടായിരുന്നു? മേഘസ്തംഭമായിട്ടും അഗ്നിത്തൂണായിട്ടും ആരുണ്ടായിരുന്നു? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇസ്രായേൽ ജനത്തോട് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മളിപ്പോൾ വായിച്ചില്ലേ, ഈ 90-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ചില്ലേ, യഹോവേ മടങ്ങി വരണമേ, എത്രത്തോളം താമസം, അടിയങ്ങളോട് സഹതാപം തോന്നണമേ എന്ന് പറയുന്നതായിരിക്കുന്ന ആ വചനം, ആ വാക്യം അതിന് ചേരുന്നതാണോ? നിങ്ങൾ തന്നെ ഒന്ന് വിധി കൽപ്പിക്കുക. ചേരുന്നതാണോ? അല്ലല്ലോ. അപ്പോൾ ഇത് മോശയിലൂടെ വരാനിരിക്കുന്ന ഒരു കാലത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ളായിരിക്കുന്ന ഒരു പ്രവചനം അല്ലേ? അത് സത്യമാണല്ലോ. അതുമാത്രമല്ല, ഇത്രയും കാലമായിട്ടും അവർ കർത്താവെ മടങ്ങി വരണമേ എന്നൊരു പ്രാർത്ഥന ഇന്ന് വരെ ഇസ്രായേൽ ജനം പ്രാർത്ഥിച്ചിട്ടില്ലെന്നേ. കാരണം എന്താണെന്നറിയാമോ? അവർക്ക് ഒരിക്കൽ വന്നിട്ട് പോയ കർത്താവിനെക്കുറിച്ച് യാതൊരു വിധമായിരിക്കുന്ന വിശ്വാസവുമില്ല. അവരത് അംഗീകരിക്കുന്നില്ല. അവരുടെ ഒരു മശിക വന്നു മരിച്ചു ഉയർത്തെഴുന്നേറ്റ് പോയി അവർ അംഗീകരിക്കുന്നില്ല. ഇന്നും ഇസ്രായേലിലെ ജനം മടങ്ങി വരണമേ എന്നുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കുമോ? ഇന്നും പ്രാർത്ഥിച്ചിട്ടില്ല, അന്നും പ്രാർത്ഥിച്ചിട്ടില്ല, ഒരു കാലത്തും പ്രാർത്ഥിച്ചിട്ടില്ല. ഇതെപ്പോഴാണ് പ്രാർത്ഥിക്കാൻ പോകുന്നത്? അതാ പ്രാർത്ഥിക്കാൻ പോകുന്ന സന്ദർഭമായി ഈ സങ്കീർത്തനത്തിലൂടെ ദൈവാത്മാവ് നമ്മളോട് പറയുന്നത്. അവരുടെ രാജ്യം അവർക്ക് നഷ്ടപ്പെടാനായിട്ട് പോകുമ്പോഴാണ് അവർ പ്രാർത്ഥിക്കുന്നത്, അയ്യോ ദൈവമേ മടങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്. ഇന്ന് വരെ അവരാരും പ്രാർത്ഥിച്ചിട്ടില്ല മടങ്ങി വരണമേ എന്ന്. കാരണം വന്നിട്ട് പോയവനോടല്ലേ മടങ്ങി വരാൻ പറയേണ്ടത്. വന്നിട്ട് പോയി എന്നും ഈ യഹൂദ ജനത അന്ന് ആ കർത്താവിൻ്റെ കാലത്തുള്ള കുറച്ച് പേര് വിശ്വസിച്ചു, ഇല്ല എന്നല്ല, 12 അപ്പോസ്തലന്മാരും കൂടെയുള്ള ശിഷ്യന്മാരും വിശ്വസിച്ചു. യഹൂദനെ മൊത്തം ഞാൻ അടച്ചാക്ഷേപിക്കുകയല്ലേ ഇന്ന്. ബാക്കിയുള്ളതായിരിക്കുന്ന വിശ്വസിക്കാത്ത യഹൂദന്മാരാരും അങ്ങനെ ഒരു മശിക വന്നു എന്നോ പോയി എന്നോ അവരാരും വിശ്വസിക്കുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ ഇത് എപ്പോഴാണ് ഇവരങ്ങനെ പ്രാർത്ഥിക്കുക എന്നറിയാമോ? ഞാൻ ചില വേദവാക്യങ്ങൾ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. സങ്കീർത്തനം പുസ്തകം 78-ാം അധ്യായത്തിൻ്റെ 33 വാക്യം. സങ്കീർത്തന പുസ്തകം 78-ാം അധ്യായം അതിൻ്റെ 33 വാക്യം. അതുകൊണ്ട് അവൻ അവരുടെ നാളുകളെ ശ്വാസം പോലെയും അവരുടെ സംവത്സരങ്ങളെ അതിവേഗത്തിലും കഴിയുമാറാക്കി. അവൻ അവരെ കൊല്ലുമ്പോൾ അവർ അവനെ അന്വേഷിക്കും.
അവൻ അവരെ കൊല്ലുമ്പോൾ, ദൈവം അവരെ കൊല്ലുമ്പോൾ അവൻ അവരെ അന്വേഷിക്കും. അവർ തിരിഞ്ഞ ജാഗ്രതയോടെ ദൈവത്തെ തിരിയും. ദൈവം തങ്ങളുടെ പാറ എന്നും അത്യുന്നതനായ ദൈവം തങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ എന്നും അവർ ഓർക്കും. നോക്കിക്കേ, അവർ ഓർക്കുന്നത് അപ്പോഴാണ്. ദൈവം തങ്ങളുടെ പാറ എന്നൊക്കെ ഓർക്കുന്നത് ദൈവം ക്രോധത്തോടെ അവരെ നശിപ്പിക്കുന്ന ഒരു കാലം വരും. നശിപ്പിച്ചു കേട്ടോ, ഒരുപാട് കാലം നശിപ്പിച്ചു, ഇതിനു മുമ്പൊക്കെ നശിപ്പിച്ചു, അതില്ലാന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെയല്ലേ പല രാജ്യങ്ങളും ചെതറി പോകേണ്ടി വന്നത്. എന്നാൽ ഇനി ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തായിരിക്കുന്ന ഭയങ്കര കഷ്ടം, മഹാകഷ്ടം കർത്താവ് പറഞ്ഞ അങ്ങനെയാണ്. അത് അന്ന് ഇസ്രായേലിന് നേരെ ഉണ്ടാകും. അപ്പോൾ ഇവിടെ നമ്മൾ വായിച്ചത്, അവൻ അവരെ കൊല്ലുമ്പോൾ അവർ അവനെ അന്വേഷിക്കും. അവർ തിരിഞ്ഞ ജാഗ്രതയോടെ ദൈവത്തെ തിരയും. അന്ന് ഇവർ ദൈവത്തെ തിരികെയുള്ളൂ. ഈ കാലം അത്രയും അവർ യഹോവയെ മടങ്ങി വരണം എന്നുള്ള പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ മോശ ഈ പറയുന്ന പ്രാർത്ഥന ഏത് കാലത്തേക്കുള്ളതാണ് നമ്മൾ ചിന്തിക്കണം. യെശയ്യാ പ്രവചനം അതിൻ്റെ 26-ാം അധ്യായത്തിൽ നിന്നും ഞാൻ ഒരു വേദഭാഗം നിങ്ങൾ വായിച്ച് കേൾപ്പിക്കാം. 16-ാം വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണ്: യഹോവേ, കഷ്ടതയിൽ അവർ നിന്നെ നോക്കുകയും നിൻ്റെ ശിക്ഷ അവർക്ക് തട്ടിയപ്പോൾ ജപം കഴിക്കുകയും ചെയ്തു. കഷ്ടതയിൽ അവർക്ക് അതിഭയങ്കരമായ കഷ്ടത ഇനി വരാനിരിക്കുക. ആ കഷ്ടത അവർക്ക് തട്ടുമ്പോൾ അവർ പ്രാർത്ഥിക്കും. എന്ത് പ്രാർത്ഥിക്കും? ജപം കഴിക്കുക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കും. എന്ത് പ്രാർത്ഥിക്കും? ഈ മോശ പ്രാർത്ഥിച്ച പ്രാർത്ഥന, മോശ എഴുതിയ പ്രാർത്ഥന, യഹോവേ മടങ്ങി വരണമേ, എത്രത്തോളം താമസം, അടിയങ്ങളോട് സഹതാപം തോന്നണമേ എന്നവർ അന്ന് നിലവിളിക്കും. അതാണ് നമ്മൾ കാണുന്നത്. ഹോശയ്യാവ് അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യം: ഞാൻ എഫ്രൈമിന് ഒരു സിംഹം പോലെയും യഹൂദ ഗൃഹത്തിന് ഒരു ബാലസിംഹം പോലെയും ഇരിക്കും. ഞാൻ തന്നെ കടിച്ചു കീറി പൊയ്ക്കളയും. ഞാൻ പിടിച്ചുകൊണ്ട് പോകും, ആരും വിടിവിക്കുകയില്ല. ആർക്ക് സിംഹം പോലെ ഇരിക്കും എന്ന് പറഞ്ഞാൽ ദൈവം, ശ്രദ്ധിക്കണം, ആർക്ക് ദൈവം സിംഹം പോലെ ഇരിക്കും എന്ന് പറഞ്ഞാൽ എഫ്രൈമിനും യഹൂദയ്ക്കും എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ സന്തതിക്ക് മുഴുവൻ ഞാനൊരു ബാലസിംഹം പോലെ ഇരിക്കും. ഞാൻ അവരെ കടിച്ച് കീറും, ഞാൻ അവരെ പിച്ച് ചീന്തും, ഞാൻ അങ്ങനെ അവരോട് ചെയ്യും. ഞാൻ തന്നെ പിടിച്ചുകൊണ്ട് പോകും, ആരും വിടുവിക്കുകയില്ല. അവർ കുറ്റം ഏറ്റു പറഞ്ഞ് എൻ്റെ മുഖം അന്വേഷിക്കുവോളം ഞാൻ മടങ്ങിപ്പോയി എൻ്റെ സ്ഥലത്തിരിക്കും. കഷ്ടതയിൽ അവർ എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും. കണ്ടോ, എന്തിനാ ഒരു മഹാപീഡനം ഇസ്രായേലിൻ്റെ മേൽ വരുന്നതെന്ന് അറിയാമോ? അവർ പണ്ട് കുത്തിയവനെ തിരിഞ്ഞു നോക്കി അന്വേഷിച്ച് തിരികെ വിളിക്കാൻ വേണ്ടിയിട്ടാണ്. ദൈവം അവരെ ഇനിയും ശിക്ഷിക്കും, ഭയങ്കരമായിട്ട് ശിക്ഷിക്കും. ആ ശിക്ഷിക്കുന്ന കാലത്ത് അവർ വീണ്ടും അന്നവർ ആദ്യമായിട്ട് ദൈവത്തെ മശിഹായെ അവരന്വേഷിക്കും. വരണമേ, മടങ്ങി വരണമേ. മോശയുടെ പ്രാർത്ഥന അന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ അന്നാണ് അവർ പ്രാർത്ഥിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഈ പ്രവചനം, മോശയുടെ ഈ പ്രവചനം ആ കാലത്തെ ഇസ്രായേൽ ജനത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചുള്ളതായിരിക്കുന്ന ഒരു പ്രവചന ഭാഗമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സക്രിയ പ്രവചനം 12-ാം അധ്യായം 10 മുതൽ 14 വരെ: ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യെരുശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനയുടെയും ആത്മാവിനെ പകരും. തങ്ങൾ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് അവർ നോക്കും. ഇത് ഈ അവസാന കാലത്ത് ആ മഹാപീഡനത്തിൽ അതിദാരുണമായി അവർ കൊല്ലപ്പെടുമ്പോൾ, ഇപ്പോൾ നമ്മൾ വായിച്ച വാക്യങ്ങൾ പോലെ ദൈവം അവരെ കൊല്ലപ്പെടുമ്പോൾ അവർ എന്ത് ചെയ്യുന്നറിയാമോ? അവർ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് അവർ നോക്കും. അവരുടെ പിതാക്കന്മാർ പണ്ട് കൊന്നുകളഞ്ഞ മശികയായിരുന്നു അവരുടെ രക്ഷകൻ. ഇപ്പോൾ അവരുടെ മശികയായി വന്നിരിക്കുന്ന ആൻറ്റിക്രൈസ്റ്റ്. ആ കാലത്ത് ഒരു മശികയുണ്ട് അവരുടെ, അതിന് തൊട്ടു മുമ്പായിട്ട് അവരെ ഭരിക്കുന്ന, അവർ വിശ്വസിച്ച ഒരു ആൻറ്റിക്രൈസ്റ്റ് മശികയാണ് അവരുടെ. ആ മശിക കള്ളനായിരുന്നു, അവൻ ചതിയനായിരുന്നു എന്നവർക്ക് മനസ്സിലാകും. അന്ന് ഇവർ ഈ വിധമായിരിക്കുന്ന അനർത്ഥങ്ങൾ അനുഭവിക്കുമ്പോൾ അവരെന്ത് ചെയ്യുന്നറിയോ? തങ്ങൾ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് അവർ നോക്കും. ഏകജാതനെക്കുറിച്ച് വിലപിക്കുന്ന പോലെ അവർ അവനെക്കുറിച്ച് വിലപിക്കും. ആദ്യജാതനെക്കുറിച്ച് വ്യസനിക്കുന്നത് പോലെ അവർ അവനെക്കുറിച്ച് വ്യസനിക്കും. അന്നാളിൽ മെഗുദോ താഴ്വരയുള്ള ഹദദ് രിമോനിലെ വിലാപം പോലെ യെരുശലേമിൽ ഒരു മഹാവിലാപം നടക്കും. ആ വിലാപം അല്ലേ മോശ 90 സംഗീതത്തിൽ പറഞ്ഞത്? യഹോവേ മടങ്ങി വരണമേ, എത്രത്തോളം താമസം, അടിയങ്ങളോട് സഹതാപം
തോന്നണമേ എന്ന് പ്രാർത്ഥിച്ചത്? അത് ഞാൻ പറഞ്ഞത് ആ കാലത്തെ യഹൂദന്മാർക്കും ചേരുന്നതല്ല, ഈ കാലത്തെ യഹൂദന്മാർക്കും ചേരുന്നതല്ല, ഇതിനു മുമ്പുള്ള ഒരു കാലത്തെ യഹൂദന്മാർക്ക് ചേരുന്നതല്ല പ്രാർത്ഥന. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കണം. ഇവർ നിലവിളിക്കുന്നത് അന്നാണ്. അവർ അവനെക്കുറിച്ച് വ്യസനിക്കും. പിന്നെ വായിക്കുകയാണ്, ദേശം കുലം കുലമായി വിലപിക്കും, വെവ്വേറെ വെവ്വേറെ വിലപിക്കും. ദാവീദ് ഗൃഹത്തിൻ്റെ കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും, നാഥാൻ ഗൃഹത്തിൻ്റെ കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും, ലേവി ഗൃഹത്തിൻ്റെ കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും, ശിമയി കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും, ശേഷിച്ചിരിക്കുന്ന കുലങ്ങളൊക്കെയും അതത് കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും വിലപിക്കും. ഇപ്പോൾ കാര്യം മനസ്സിലായോ? ഇപ്പോഴും നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഏകദേശ ധാരണ മനസ്സിലായോ? എന്താണ് ഇവരെ ശിക്ഷിക്കുന്നതിനാണ്, മഹാപീഡനത്തിനാ ഇസ്രായേലിന് വരുത്തുന്നത്? ഇവർ പണ്ട് കുത്തി കൊന്ന് മരിച്ചുയർത്തെഴുന്നേറ്റ് പോയ ക്രിസ്തുവിനെ ഇവർ തിരിച്ചറിയുമ്പോഴാണ്, ഇവർ മനസ്സിലാക്കുമ്പോഴാണ് ഇവർ വിളിക്കുന്നത്, യഹോവേ മടങ്ങി വരണമേ, എത്രത്തോളം താമസം എന്ന് വിളിക്കുന്നത്. ഇന്നത്തെ യഹൂദനും അന്നത്തെ യഹൂദനും ഒന്നും മടങ്ങി വരണമെന്ന് വിളിച്ചിട്ടില്ല. തന്നെയല്ല, ഞാൻ ഒന്നാം ഭാഗത്ത് പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? അവരുടെ കൂടെ കർത്താവുണ്ടെന്നേ. അവരുടെ കൂടെ കർത്താവുണ്ട്. അവരെ മരുഭൂമിയിലൂടെ നയിക്കുമ്പോൾ കർത്താവ് അവരുടെ കൂടെയുണ്ട്. അപ്പോൾ പിന്നെ ആ കർത്താവിനെ മടങ്ങി വരണമെന്ന് വിളിക്കാൻ പറ്റുമോ? ഒരിക്കലും വിളിക്കാനായിട്ട് പറ്റുകയില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ലൂക്കോസിൻ്റെ സുവിശേഷം 21 അധ്യായത്തിൻ്റെ 10 വാക്യത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞു, സൈന്യങ്ങൾ യെരൂശലേമിനെ വളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ അതിൻ്റെ ശൂന്യകാലം അടുത്തിരിക്കുന്നു എന്ന് വിചാരിപ്പിൻ എന്ന് പറഞ്ഞു. ആ കാലഘട്ടത്തിൽ അവർ നിലവിളിക്കും. സൈന്യങ്ങൾ യെരൂശലേമിനെ വളഞ്ഞിരിക്കുന്നതാണ്. ഇപ്പോൾ അതിനൊക്കെ സന്ദർഭമായിപ്പോയി, സമയമായിപ്പോയി. ഇസ്രായേലിലേക്ക് നോക്ക്, എന്താ സംഭവിക്കുന്നത് നോക്ക്. അതിൻ്റെയൊക്കെ കാലമായില്ലേ. ഇത് എപ്പോഴാണ് ഇവർ ഈ പറയുന്നതായിരിക്കുന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കുക? ഇത് ഏത് സന്ദർഭത്തിലെ? യഹോവേ മടങ്ങി വരണമേ, അടികളോട് സഹതാപം തോന്നണമേ, നീ ഞങ്ങളെ വീണ്ടെടുക്കണമേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഈ നിലവിളി എപ്പോഴാണ്? ദൈവത്തെ അവർ തിരിഞ്ഞ് അന്വേഷിക്കുന്ന എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ, യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് അതിന് വ്യക്തമായിരിക്കുന്ന ഒരു രൂപരേഖ നമുക്ക് കിട്ടും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 63 അധ്യായത്തിൻ്റെ 17 മുതലുള്ളായിരിക്കുന്ന വാക്യങ്ങൾ. അവിടെ എങ്ങനെ വായിക്കുന്നത്? യഹോവേ, നീ ഞങ്ങളെ നിൻ്റെ വഴി വിട്ട് തെറ്റുമാറാക്കുന്നതും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കുന്നതും എന്ത്? അവർ നിലവിളിക്കുകയാണ്, നിൻ്റെ അവകാശ ഗോത്രങ്ങളായ നിൻ്റെ ദാസന്മാർ നിമിത്തം മടങ്ങി വരണമേ. നോക്കിയേ, മോശ പറഞ്ഞ അതേ പ്രാർത്ഥന. അതായത് മോശയുടെ തൊണ്ണൂറ് സംഗീതത്തിലെ യഹോവേ മടങ്ങി വരണമേ എത്രത്തോളം താമസം, അതേ പ്രാർത്ഥന ഇവിടെ യെശയ്യാ പ്രവാചകൻ ഭാവികാല യഹൂദൻ്റെ നിലവിളിയായിട്ട് വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ്. അപ്പോൾ മോശ പറഞ്ഞതും യെശയ്യാവ് പറഞ്ഞതും ഒരേ കാര്യമല്ലേ? ഇവിടെ പറയാം, നിൻ്റെ അവകാശ ഗോത്രങ്ങളായ നിൻ്റെ ദാസന്മാർ നിമിത്തം മടങ്ങി വരണമേ. ഇത് എപ്പോഴാണ് അവർ പ്രാർത്ഥിക്കുന്നതെന്ന് യെശയ്യാവ് വന്നിട്ട് കൃത്യമായിട്ട് പറഞ്ഞു. എപ്പോഴാണ് പ്രാർത്ഥിക്കുന്നത്? നിൻ്റെ വിശുദ്ധ ജനത്തിന് അല്പകാലത്തേക്ക് മാത്രം കൈവശമായ ശേഷം നിൻ്റെ വിശുദ്ധ മന്ദിരത്തെ ഞങ്ങളുടെ വൈരികൾ ചവിട്ടിക്കളഞ്ഞു. ഞങ്ങളിതാ നീ ഒരിക്കലും വാണിട്ടില്ലാത്തവരും നിൻ്റെ നാമം വിളിക്കപ്പെട്ടിട്ടില്ലാത്തവരും എന്ന പോലെ ആയിത്തീർന്നിരിക്കുന്നു. നോക്കിയേ, എപ്പോഴാണ് മടങ്ങി വരണമെന്ന് അവർ നിലവിളിക്കുന്നത്? നിൻ്റെ വിശുദ്ധ ജനത്തിന് അല്പകാലത്തേക്ക് മാത്രം കൈവശമായ ശേഷം നിൻ്റെ വിശുദ്ധ മന്ദിരത്തെ ഞങ്ങളുടെ വൈരികൾ ചവിട്ടിക്കളഞ്ഞു. ദൈവത്തിൻ്റെ ദൈവാലയത്തെയാണ് വിശുദ്ധ മന്ദിരം എന്ന് പറയുന്നത്. ആ വിശുദ്ധ മന്ദിരത്തെ ഇസ്രായേലിൻ്റെ വൈരികൾ, ചുറ്റുമുള്ളായിരിക്കുന്ന ശത്രു രാജ്യങ്ങൾ ചവിട്ടിക്കളഞ്ഞു. അതുകൊണ്ട് അന്നേരം നിലവിളിക്കുകയാണ്, ചവിട്ടിക്കളഞ്ഞു. അതുകൊണ്ട് നീ വേഗം വരണമേ, ഞങ്ങൾ ദൈവമില്ലാത്തവരെന്ന പോലെയാണ് അവർ ഞങ്ങളെ കാണുന്നത്. അതായത് ഞങ്ങളിതാ നീ ഒരിക്കലും വാണിട്ടില്ലാത്തവരും നിൻ്റെ നാമം വിളിക്കപ്പെട്ടിട്ടില്ലാത്തവർ എന്ന പോലെ ആയിത്തീർന്നിരിക്കുന്നു എന്ന്. എന്നാ ഈ വിശുദ്ധ മന്ദിരം ചവിട്ടിക്കളയുന്നത്, ജാതികൾ ചവിട്ടിക്കളയുന്നത്? നമുക്കറിയാം, ഇതിനു മുമ്പ് ഇസ്രായേലിൽ ഇതുവരെ എന്ന് പറഞ്ഞാൽ 2 ദേവാലയങ്ങൾ പണിയപ്പെട്ടു. ഒന്ന് ശലോമോൻ്റെ ദേവാലയം, അതിനുശേഷം പ്രവാസാനന്തരം വന്നായിരിക്കുന്ന ഇസ്രായേൽ ജനത്തിന് ജനം പണിതായിരിക്കുന്ന ഒരു ദേവാലയം. അത് ഹെരോദാവിൻ്റെ കാലത്ത് പുതുക്കിപ്പണിതു. അത് റോമ സൈന്യം ചവിട്ടി നശിപ്പിച്ച് കളഞ്ഞു. ആ കാര്യത്തെക്കുറിച്ചൊന്നും അല്ല ഇവിടെ പറയുന്നത്. ഇതിന് മുമ്പുള്ളായിരിക്കുന്ന ശലോമോൻ്റെ ദേവാലയവും നശിപ്പിക്കപ്പെട്ടു, നമുക്കറിയാം. ആ കാര്യത്തെക്കുറിച്ചും അല്ല ഇവിടെ പറയുന്നത്. ഇവിടുത്തെ സന്ദർഭം എന്ന് പറയുന്നത്, ഇവിടുത്തെ കാര്യം ഈ യെശയ്യാ പ്രവചനം 63 വായിച്ചു കഴിഞ്ഞാൽ, ഞാനതെല്ലാം വായിക്കുന്നില്ല,
മാത്രമല്ല, നിങ്ങൾ തുടക്കം മുതൽ യെശയ്യാ പ്രവചനം 63-ാം അധ്യായം ഒന്ന് വായിച്ചു നോക്കൂ. അത് ഇതിനു മുമ്പ് നടന്നായിരിക്കുന്ന ഏതെങ്കിലും കാലത്തെക്കുറിച്ചോ ഏതെങ്കിലും കാലത്ത് ശത്രുക്കൾ വന്ന് യെരുശലേം ദേവാലയം നശിപ്പിച്ചതിനെക്കുറിച്ചോ അല്ല പറയുന്നത്. ഏതോ ഒരു ഭാവി കാലത്തേക്കാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എനിക്ക് അതെല്ലാം പറഞ്ഞു തരണമെന്നുണ്ട്, എന്നാൽ സമയം ദീർഘമാകുമെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരാത്തത്. ഇതൊരു ഭാവി കാലത്തെക്കുറിച്ചാണ്. അതായത് യെരുശലേം ദേവാലയം അന്നേരം നിലവിൽ വേണം. ആ യെരുശലേം ദേവാലയത്തെ ജാതികൾ ചവിട്ടിക്കളയണം. ആ ജാതികൾ യെരുശലേം ദേവാലയം ചവിട്ടിക്കളഞ്ഞ് കഴിയുമ്പോൾ അവരതിനെ തകർത്ത് കളയുമ്പോൾ, തകർക്കുകയല്ല, ചവിട്ടി അവരുടെ അവകാശത്തിലാക്കി കളയുമ്പോൾ ഈ ഇസ്രായേൽ ജനത നിലവിളിക്കുക. എന്തെന്നാണ് നിലവിളിക്കുന്നത്? നിൻ്റെ അവകാശ ഗോത്രങ്ങളായ നിൻ്റെ ദാസന്മാർ നിമിത്തം മടങ്ങി വരണമേ. നിൻ്റെ വിശുദ്ധ ജനത്തിന് അല്പകാലത്തേക്ക് മാത്രം കൈവശമായ ശേഷം നിൻ്റെ വിശുദ്ധ മന്ദിരത്തെ ഞങ്ങളുടെ വൈരികൾ ചവിട്ടിക്കളഞ്ഞുവല്ലോ. അന്ന് അവർ മടങ്ങി വരണമേ എന്ന് നിലവിളിക്കുന്നത്. കാര്യം മനസ്സിലായല്ലോ? ഇതേ പ്രാർത്ഥന അതിനേക്കാളും ഈ യെശയ്യാവ് പ്രവചിക്കുന്നതിനേക്കാളും 10,3500 വർഷം മുമ്പ് ആര് പ്രവചിച്ചു എന്നറിയാമോ? മോശ പ്രവചിച്ചു. അപ്പോൾ ഇത് ഏതാ കാലം? ഈ വൈരികൾ ചവിട്ടിക്കളയുന്നത് എപ്പോഴാണ്? നമുക്ക് അത് മനസ്സിലാക്കാനായിട്ട് വെളിപ്പാട് പുസ്തകത്തിലെ ഒരു വാക്യം വായിക്കാം. വെളിപ്പാട് പുസ്തകം അതിൻ്റെ 11-ാം അധ്യായം. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൽ എപ്പോഴാണ് ഈ വൈരികൾ ചവിട്ടിക്കളയുന്നത് എന്ന് വ്യക്തമാണ്. ഇത് മഹാപീഡനകാല ദേവാലയം ചവിട്ടിക്കളയുന്നതിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. മഹാപീഡനകാല ദേവാലയം ചവിട്ടിക്കളയുന്നതിനെക്കുറിച്ച്, അല്ലാതെ ഇതിനു മുമ്പുണ്ടായിരുന്ന ദേവാലയം ചവിട്ടിക്കളയുന്നതിനെക്കുറിച്ചല്ല. 11-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുകയാണ് വെളിപ്പാട് പുസ്തകം. പിന്നെ ദണ്ട് പോലെയുള്ള ഒരു കോൽ എൻ്റെ കയ്യിൽ കിട്ടി. കൽപ്പന ലഭിച്ചത്, നീ എഴുന്നേറ്റ് ദൈവത്തിൻ്റെ ആലയത്തെയും യാഗപീഠത്തെയും അതിൽ നമസ്കരിക്കുന്നവരെയും അളക്കുക. അപ്പോൾ ഇത് ഈ വെളിപ്പാട് പുസ്തകം മഹാപീഡനകാല സംഭവങ്ങളാണ് വിവരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. മഹാപീഡനകാലത്തെക്കുറിച്ചുള്ളായിരിക്കുന്ന വിവരണങ്ങളാണ് വെളിപ്പാട് പുസ്തകത്തിലുള്ളതെല്ലാം തന്നെ. അതിൻ്റെ എന്താ പറയുന്നത് 6-ാം അധ്യായം തൊട്ട് ഇങ്ങോട്ടുള്ളായിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നത് മഹാപീഡന കാലഘട്ടമാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ എന്തുണ്ടാകും? യെരുശലേമിൽ വീണ്ടും ഒരു ദേവാലയം ഉണ്ടാകും. നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ ഇതാ ചുവന്ന പശുക്കുട്ടിയെ യാഗം കഴിക്കാനും ദേവാലയം പണി നടത്താനും ഒക്കെ അവർ വളരെ മുന്നിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് കേട്ടെ. അതിനെക്കുറിച്ച് ഞാനൊരു ചെറിയ ന്യൂസ് കേട്ടത്, അതായത് ഇപ്പോഴത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു അത്രേ, ഞാൻ ഇവിടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലത്ത് തന്നെ 3-ാം ദേവാലയം ഇസ്രായേലിൽ പണിയും എന്ന് അദ്ദേഹം ഉറപ്പ് കൊടുത്തു എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ദേവാലയത്തെക്കുറിച്ച് ഈ പറയുന്നത് ഇവിടെ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത്. പിന്നെ ദണ്ട് പോലുള്ള ഒരു കോൽ എൻ്റെ കയ്യിൽ കിട്ടി. കൽപ്പന ലഭിച്ചത്, നീ എഴുന്നേറ്റ് ദൈവത്തിൻ്റെ ആലയത്തെയും യാഗപീഠത്തെയും അതിൽ നമസ്കരിക്കുന്നവരെയും അളക്കുക എന്ന് പറഞ്ഞാൽ ആ മഹാപീഡന ദേവാലയം അളക്കാൻ പറഞ്ഞു. ആലയത്തിൻ്റെ പുറത്തുള്ള പ്രാകാരം അളക്കാതെ വിട്ടേക്കാം. എന്താ ഈ ആലയത്തിൻ്റെ പുറത്തുള്ള പ്രാകാരം അളക്കാതെ വിട്ടേക്കാൻ പറഞ്ഞേ? അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിവുണ്ടാകാം. ഇന്ന് യെരുശലേമിൽ ഒരു ദേവാലയം പണിയാൻ തക്കവണ്ണം അവിടെ ഒരു സ്ഥലം അവർക്ക് കിട്ടിയിട്ടില്ല. കാരണം അതെല്ലാം അവിടുത്തെ മുസ്ലിം ദേവാലയങ്ങളുടെ സ്ഥലമായിട്ട് മാറിയിരിക്കുകയാണ്. എന്നാൽ ഒരു സമാധാന പ്രഭു വരികയും, ഈ യുദ്ധത്തിൽ, ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിൽ തന്നെ സംഭവിച്ചേക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു, ഒരു സമാധാന പ്രഭു വരികയും സമാധാന ഉടമ്പടി കൊണ്ടുവരികയും ഇസ്രായേലിനൊരു ദേവാലയം പണിയാനുള്ളായിരിക്കുന്ന സ്ഥലം ആ മലയിൽ, ആ കുന്നിൽ, ദൈവത്തിൻ്റെ ആലയം ഇരുന്നായിരിക്കുന്ന ആ പ്രദേശത്ത് അവർക്കൊരു അല്പ സ്ഥലം കൊടുക്കുകയും ചെയ്യും. എന്നാൽ പണ്ടെന്ന പോലെ പ്രാകാരം ഒക്കെ നീട്ടി വീതി വിസ്താരത്തിൽ പണിയാനായിട്ട് അതിന് സ്ഥലം കിട്ടുകയില്ല. കാരണം അത് മുസ്ലിമിൻ്റെ ഏരിയയാണ്. അതുകൊണ്ട് തന്നെ ഇവർക്കൊരു ചെറിയൊരു ഏരിയ കൊടുക്കുമായിരിക്കും. അതിനകത്തൊരു ദേവാലയം പണിയും. എന്നാൽ അതിലൊരു പ്രാകാരം ഉണ്ടാകുകയില്ല. പ്രാകാരം പണിയാതെയോ പണിയാൻ പറ്റാതെയോ അല്ലെങ്കിൽ ചെറുതായിട്ടൊരു പ്രാകാരം പണിതാൽ തന്നെ അത് മുസ്ലിമിൻ്റെ അവകാശത്തിലുള്ള ഭൂമിയിലോ ഒക്കെ ആയിട്ട് ക്രമീകരിക്കുകയും അങ്ങനെ ഒരു ദേവാലയം പണിയുകയും ചെയ്യാനായിട്ടാണ് അവിടെ സാധ്യത കാണുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ആലയത്തിൻ്റെ പുറത്തുള്ള പ്രാകാരം അളക്കാതെ വിട്ടേക്കുക, അത് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു. അവർ വിശുദ്ധ നഗരത്തെ 42 മാസം ചവിട്ടും. അന്ന് ഞാൻ എൻ്റെ 2 സാക്ഷികൾക്ക് വരം നൽകും. കണ്ടോ, 42 മാസം ജാതികൾ എന്ത് ചവിട്ടും എന്ന് പറഞ്ഞാൽ വിശുദ്ധ നഗരത്തെ ചവിട്ടിക്കളി. യെരുശലേമിനെ തന്നെ, വിശുദ്ധ നഗരം എന്ന് പറഞ്ഞാൽ യെരുശലേമിനെ തന്നെ ചവിട്ടും. ദേവാലയവും അവരുടെ കൈ കീഴാവും. എന്ന് പറഞ്ഞാൽ ഈ ആൻറ്റിക്രൈസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ആ മഹാപീഡന ദേവാലയം വരിക. ആ മഹാപീഡന ദേവാലയം ആൻറ്റിക്രൈസ്റ്റിൻ്റെ നേതൃത്വത്തിൽ പണിയപ്പെട്ട് കഴിയുമ്പോൾ ആദ്യത്തെ 3.5 വർഷമൊക്കെ യഹൂദന്മാർ അതിനകത്ത് യാഗം കഴിക്കുകയും പരിപാടികൾ നടത്തുകയൊക്കെ ചെയ്യും. അത് കഴിയുമ്പോൾ അവൻ തൻ്റെ തനി സ്വരൂപം കാണിക്കുകയും അവൻ തന്നെയാണ് ദൈവം, അവൻ തന്നെയാണ് രാജാവെന്ന് പറഞ്ഞ് അതിൽ അവൻ്റെ വിഗ്രഹം സ്ഥാപിക്കുകയും അവൻ
അവൻ അതിലിരുന്നു കൊണ്ട് ദൈവമെന്നോ പിന്നെ പൂജാ വിഷയമെന്നോ അധികാരമുള്ള സകലത്തിൻ്റെയും മീതെ തന്നെത്താൻ ഉയർത്തുകയും ചെയ്യുന്ന എതിരാളിയായിത്തീരുകയും ചെയ്യും. അങ്ങനെ അത് ജാതികൾ 42 മാസം ചവിട്ടിക്കളയും യെരൂശലേമിൻ്റെ ദേവാലയം. ആ ചവിട്ടിക്കളയുന്ന സന്ദർഭത്തെക്കുറിച്ചാണ് നമ്മളിവിടെ വായിച്ചില്ലേ, യെശയ്യാ പ്രവചനത്തിൽ യെശയ്യാവ് പറഞ്ഞത് എന്താണ്? യെശയ്യാ പ്രവചനം നമ്മൾ 63-ാം അധ്യായത്തിൽ നമ്മളിപ്പോൾ വായിച്ചപ്പോൾ കണ്ടില്ലേ, നിൻ്റെ അവകാശ ഗോത്രങ്ങളായ നിൻ്റെ ദാസന്മാർ നിമിത്തം മടങ്ങി വരണമേ, നിൻ്റെ വിശുദ്ധ ജനത്തിന് അല്പകാലത്തേക്ക് മാത്രം കൈവശമായ ശേഷം നിൻ്റെ വിശുദ്ധ മന്ദിരത്തെ ഞങ്ങളുടെ വൈരികൾ ചവിട്ടിക്കളഞ്ഞു എന്ന് പറയുന്നത് മഹാപീഡന ദേവാലയം ശത്രു സൈന്യങ്ങൾ അല്ലെങ്കിൽ ജാതികൾ കൈവശപ്പെടുത്തി ചവിട്ടിക്കളയുന്ന കാലത്തെക്കുറിച്ചാണ്. അന്ന് ഇവരെന്ത് നിലവിളിക്കും? അന്ന് ഇവരപേക്ഷിക്കും എന്താ? മടങ്ങി വരണമേ. മോശ പ്രാർത്ഥിച്ച പ്രാർത്ഥന അന്നാണ് നിവൃത്തിയാകുള്ളൂ. അല്ലാതെ അതിനു മുമ്പൊന്നും യഹൂദന്മാർ ആ പ്രാർത്ഥിച്ചില്ല. മടങ്ങി വരണം, വന്നിട്ട് പോയവനെയല്ലേ മടങ്ങി വരാൻ വിളിക്കേണ്ടത്. വന്നു പോയി എന്ന് അവർ വിശ്വസിക്കുന്നില്ല. പിന്നെ ആരെ മടങ്ങി വരാൻ വിളിക്കാനാണ്? നിങ്ങൾ തന്നെ ഒന്ന് പറ. അപ്പോൾ ഇവർ വിളിക്കുന്നത് ഈ വിശുദ്ധ ദേവാലയം കൂടെ ചവിട്ടിക്കളയുന്നതായിരിക്കുന്ന മഹാപീഡനത്തിൻ്റെ മധ്യകാലത്ത് അല്ലെങ്കിൽ ആ മധ്യകാലം കഴിഞ്ഞുള്ള സമയത്തുള്ളായിരിക്കുന്ന ഒരു നിലവിളിയാണ് 90-ാം സങ്കീർത്തനം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പം ഞാൻ 2 കാര്യം പറഞ്ഞു. ഇനി 2 കാര്യം കൂടിയുണ്ട്. ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞാൽ അതൊരുപാട് ദൈർഘ്യമായി പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനോട് ചേർന്ന് 2 ഒപ്പം തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഒന്ന് കഴിഞ്ഞിട്ട് ഒന്നുകൂടി കാണുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും 90-ാം സങ്കീർത്തനത്തിലൂടെ ഇസ്രായേലിൻ്റെ പറന്നുപോക്കിൻ്റെ കാലം അടുത്തുവോ എന്ന് മോശയുടെ പ്രവചനത്തിലൂടെ ദൈവം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അടുത്തു എന്നുള്ളതിൻ്റെ മുന്നറിയിപ്പ് നൽകുന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഇത് ഗേറ്റ് മേശയുടെ ഉപദേശമല്ല. ഇത് ദൈവവചനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഇങ്ങനെയാണെന്ന് മനസ്സിലായ ഒരു കാര്യം നിങ്ങളോട് പറയുക. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വിശ്വസിക്കാം, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം. ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. ഗേറ്റ് മേശയുടെ ഉപദേശമല്ല. ഞാൻ ഇതിനു മുമ്പ് ഹോശയ്യാ പ്രവചനത്തിൽ നിന്ന് കർത്താവിൻ്റെ മടങ്ങി വരവിൻ്റെ ഒരു കാലക്കണക്ക് പറഞ്ഞപ്പോഴും ഞാൻ ഇതേ വാക്ക് പറഞ്ഞു. ഗേറ്റ് മേശയുടെ ഉപദേശമല്ല ഇത്. ഞാനൊരു 5-6 കൊല്ലമായിട്ട് ഞാൻ ഈ കാര്യങ്ങൾ ഇങ്ങനെ പഠിക്കുകയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. ഇതിങ്ങനെ തന്നെയോ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാം. ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടോ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാം. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാം. നമ്മുടെ കർത്താവ് വരാനെടുത്തു. അപ്പോൾ ഞാൻ ഇതിൻ്റെ 2ാം ഭാഗം കൂടെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ റെക്കോർഡ് ചെയ്യുന്നതാണ്, ഒന്നിച്ചിടുന്നതാണ്. 2ഉം കൂടെ കേട്ടാലേ 90-ാം സങ്കീർത്തനം മുഴുവൻ നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ. ദൈവം അതിനെൻ്റെ കേൾവിക്കാരെ അവരെയും ധാരാളമായിട്ട് സഹായിക്കട്ടെ. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.